സിനിമയാണ് എന്ന് പറഞ്ഞ് പോകുന്നത്. എത്രത്തോളം ഓരോന്നും എനിക്കറിയില്ല, പക്ഷേ എന്തായാലും ഒരു നല്ലൊരു വർക്കാണ്. കാരണം കഴിവുള്ളവരെപ്പോഴും രക്ഷപ്പെടും എന്ന് പറയുന്നത്. കഴിവുള്ള ആൾക്കാരെ ഒതുക്കാൻ ശ്രമിക്കുന്ന പല ആൾക്കാരും ഉണ്ട് സിനിമയ്ക്കുള്ളിൽ. അപ്പോൾ പേര് നമ്മൾ പറയേണ്ട ആവശ്യമില്ല, എപ്പോഴും പേരെടുത്ത് പറഞ്ഞ സിനിമയ്ക്കുള്ളിൽ നടക്കുന്ന സംഭവങ്ങൾ വ്യത്യസ്തമായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ആഷിഖ് ഉസ്മാനാണെങ്കിലും ഡയറക്ടറാണെങ്കിലും. അപ്പോൾ എന്തായാലും ഇത് കണ്ടിട്ടാണെങ്കിലും സിനിമയ്ക്കുള്ളിൽ വളരാൻ അനുവദിക്കുക എന്ന് പറയാൻ പറ്റും. കാരണം നല്ല കഥാകൃത്തുണ്ടെങ്കിൽ നല്ലൊരു ഡയറക്ടറാണ്. ഡയറക്ടർമാരെ ഒതുക്കാൻ പാടില്ല എന്ന മെസ്സേജ് ഈ സിനിമയിലുണ്ട്. കാരണം ഒരാൾ വളരുമ്പോൾ മറ്റുള്ളവരെ ഒതുക്കുന്ന ശരിയല്ല, ഈ മെസ്സേജ് ഉണ്ട്. കാരണം നസ്ലിൻ്റെ ഒരു കരിയർ ബ്രേക്ക് ത്രൂ പെർഫോമൻസാണ് ഈ ഒരു കഥയിൽ. കാരണം ഒരു ഡയറക്ടറുടെ ഒരു വളരാൻ ശ്രമിക്കുന്ന ഒരാളുടെ കഥയാണല്ലോ. അത് നല്ല രീതിയിൽ പുള്ളിക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ സംഗീതമാണെങ്കിലും പിന്നെ ശേഷം പിന്നെ സർഫുദ്ദീൻ എല്ലാവരും നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ വിനീത് ശ്രീനിവാസൻ എല്ലാവരും ഒക്കെ പോകുമ്പോഴാണ് എന്തായാലും ഇത് 100 ദിവസം ഓട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട്. പരിപാടി മാത്രമല്ല, ഇത് കുറച്ചും കൂടി ഹാർഡ്, ഒരു നല്ല രീതിയിൽ അത്രയും റിയലിസ്റ്റിക്കായിട്ട് അത്രയും സിൻസിയറായിട്ട് ചെയ്യുന്ന പടത്തിലേക്ക് വന്നു. ഇത് നമ്മുടെ ഡയറക്ടറിന്റെ ആ ഒരു ക്യാരക്ടറൊക്കെ ചെയ്ത്, കാരണം ഡയറക്ടർ ഒരുപാട് സിനിമയിൽ സ്ട്രഗിൾ ചെയ്ത് വന്ന ഒരാളാണ്. അപ്പോൾ അയാളുടെ പല ഷീറ്റ്സും ഈ സിനിമയിൽ നസ്ലിൻ ചെയ്തിട്ടുള്ള ക്യാരക്ടറിന് കിട്ടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ ജെന്യുവനായിട്ട് ഇതുവരെ കണ്ടിട്ടില്ലാത്ത ടൈപ്പ് നല്ലൊരു ഫ്രഷ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആണ്. കുറേ സിനിമകളെ കണ്ടുകൊണ്ട് മനസ്സിലാണ്, പക്ഷേ ഇത് ഇതുവരെ കാണാത്ത ടൈപ്പ് നല്ലൊരു ഫീൽ തന്നൊരു സിനിമയാണ്. എല്ലാവർക്കും എന്താ ഇഷ്ടപ്പെടും. ഇത് കണ്ടിരിക്കാനുള്ള എല്ലാ എലമെന്റ്സും ഉണ്ട്. ഇവിടെ എങ്ങനെ ഉണ്ടായിരുന്നു? നെസിലിന്റെ അഭിനയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളി, ഒരു മെസ്സേജ് ആണോ കൊടുക്കുന്നത്? നല്ല പടമാണ്, എന്തായാലും ആരും മടുക്കൂല. വ്യത്യസ്തമായിട്ടുള്ള ക്യാരക്ടർ നമ്മുടെ സിനിമക്കുള്ളിൽ കഥ മനസ്സിലാക്കും. ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് മനസ്സിലാക്കുന്നുണ്ട്. അത് പറയാൻ പറ്റില്ല. സിനിമയെ വന്ന് കാണുമ്പോൾ സംഭവം അവിടെ അപ്ലിക്കബിളാണ്. നിങ്ങൾ അതിലേക്ക് കഥ പറച്ചിൽ ചെയ്ത് മാറ്റിക്കഴിഞ്ഞാൽ ഇതൊക്കെ തന്നെയാണ് എല്ലാം നടക്കുന്നത്. അപ്പോൾ നമ്മൾ മുകുന്ദനോട് വെച്ച് കണ്ടതിൻ്റെ അതേ ഒരു എന്താ പറയുക, അതിൻ്റെ ഒരു ഇമോഷൻ തന്നെയാണ് ഈ സിനിമയ്ക്ക് ആഡ് ചെയ്യുന്നത്. പക്ഷേ ഇത് കുറച്ചുകൂടെ വലിയ സ്കെയിലും വേറെ നമുക്ക് കുറച്ചുകൂടെ അറിയുന്ന ഒരു ഇൻഡസ്ട്രിയിലേക്കും കൂടെ വന്നതുകൊണ്ട് തന്നെ വളരെ ഇമ്പാക്ട്ഫുള്ളായിട്ട് തോന്നി അദ്ദേഹത്തിൻ്റെ. നസ്ലിൻ്റെ പ്രകടനമൊക്കെ വളരെ മെച്യൂർഡായിട്ടുള്ള ഒരു പ്രകടനം. അദ്ദേഹത്തിൻ്റെ ഒരു കോളേജ് രീതിയിലുള്ള അങ്ങനെയുള്ള രസകരമായ ക്യാരക്ടർ ചേർന്നിട്ട് വളരെ മെച്യൂർഡായിട്ടുള്ളൊരു ക്യാരക്ടറാണ്. അതുപോലെ പോസ്റ്ററിൽ കാണാത്ത ഒരുപാട് നടന്മാർ എല്ലാവരും പെർഫോമൻസ് ടെക്നിക്കൽസ് ആയിട്ടൊക്കെ ബ്രില്യൻ്റ് ആണെങ്കിൽ കൂടി ഇതിൽ എന്തായാലും എടുത്തു പറയേണ്ടത് കമൻറ്റബിളായിട്ട്